പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അഫ്ഗാൻ താലിബാൻ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിന് പിന്നിൽ ആർക്കും സംശയിക്കാൻ പോലും കഴിയാത്ത മറ്റൊരു വൻ ശക്തിയുണ്ടെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനിൽ താലിബാൻ ഉപയോഗിച്ചത് റഷ്യ നിർമ്മിച്ചു നൽകിയ അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളുമാണ് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിലെ താലിബാനെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു വമ്പൻ ഓപ്പറേഷനാണ് റഷ്യ നടപ്പിലാക്കിയിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളെ തകർക്കാൻ പാകിസ്ഥാൻ എക്കാലത്തും ഉപയോഗിച്ചിരുന്ന അതേ പ്രോക്സി വാർ അഥവാ നിഴൽ യുദ്ധം ഇപ്പോൾ പാകിസ്ഥാന് നേരെ തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ് മോസ്കോ. ഇതോടെ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു വൻ ശക്തിയുടെ ഇടപെടലിന്റെ തുടക്കമായിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂഖയിലുള്ള ISIS താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ വ്യോമാക്രമണം നടത്തിയതെന്നാണ് താലിബാൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചത്. ഇതിനെ ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായിട്ടല്ല, മറിച്ച് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു ഓപ്പറേഷൻ മാത്രമായിട്ടാണ് കാബൂൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ റഷ്യയാണെന്നത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കൂബ് മോസ്കോ സന്ദർശിക്കുകയും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ റഷ്യയുമായി സുപ്രധാനമായിട്ടുള്ള ഒരു സൈനിക പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ആയുധങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനെന്ന പേരിൽ ഉണ്ടാക്കിയ ഈ കരാറിലൂടെ റഷ്യയുടെ അത്യാധുനിക ഡ്രോണുകളും വ്യോമ പ്രതിരോധ മിസൈലുകളും താലിബാന്റെ കൈകളിൽ എത്തിയെന്നാണ് ഈ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി വളരെ വലിയൊരു വിജയം തന്നെയാണിത്. 80കളിൽ പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ അഫ്ഗാൻ മുജാഹിദീനുകൾ സോവിയറ്റ് യൂണിയനെ തകർത്തെറിഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള പ്രതികാരമാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം റഷ്യ ഇപ്പോൾ വീട്ടുന്നത്. അന്ന് പാകിസ്ഥാൻ വളർത്തിയെടുത്ത അതേ താലിബാനെ ഇന്ന് ആധുനിക റഷ്യൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനെതിരെ തന്നെ റഷ്യ തിരിച്ചുവിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിട്ടുള്ള റഷ്യയും ചരിത്രപരമായി ഇന്ത്യയുടെ ആഭിമുഖ്യം പുലർത്തുന്ന അഫ്ഗാനും ചേർന്ന് പാകിസ്ഥാനെ അവരുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ എന്നേക്കുമായി പൂട്ടിയിരിക്കുകയാണ്, തളച്ചിട്ടിരിക്കുകയാണ്. ഇതോടെ തങ്ങളുടെ കിഴക്കൻ അതിർത്തിയായ കാശ്മീരിൽ ഇന്ത്യക്കെതിരെ ഭീകരരെ അയക്കാൻ പാകിസ്ഥാന് സമയം കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മുൻപ് തങ്ങളുടെ സ്വന്തം കളിപ്പാവയായിരുന്ന അഫ്ഗാൻ താലിബാൻ ഇന്ന് റഷ്യയുടെ സൈനിക പിന്തുണയോടെ തങ്ങളുടെ തന്നെ വ്യോമാതിർത്തി ലംഘിച്ച് ബോംബിടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗമായിട്ടുള്ള ISI എത്രത്തോളം ദുർബലമാണെന്ന് ഈ ഒറ്റ സംഭവം തെളിയിക്കുന്നു. ഇനി റഷ്യൻ ഡ്രോണുകളെ നേരിടാൻ ചൈനയോട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കായി പാകിസ്ഥാൻ സൈന്യത്തിന് യാചിക്കേണ്ടി വരും. ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള സൈനിക ഇടപെടലുകളും നടത്താതെ തന്നെ റഷ്യയുടെ ഈ മാസ്റ്റർ സ്ട്രോക്കിലൂടെ പാകിസ്ഥാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ അച്ചുതണ്ട് ദക്ഷിണേഷ്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള.